പി ആർ സുനിൽ, ഇന്നും നരവനെ വിഷയം ഉയർത്താനുള്ള ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ തുടക്കം മുതൽ തന്നെ വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഭരണപക്ഷത്ത് നിന്ന് അംഗങ്ങൾ ഒന്നായി ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നതും രാഹുലിനെ തടയുന്നതും നമ്മൾ കണ്ടു. പി ആർ സുനിൽ. റിജീഷ്, ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള നീക്കമാണ് ഇന്ന് ലോക്സഭയിൽ ഭരണപക്ഷം രാഹുൽ ഗാന്ധിക്ക് നേരെ നടത്തിയത്. ഇന്നും രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ ചൈന അതിർത്തി സംബന്ധിച്ച വിഷയം അതീവ ഗൗരവമുള്ള വിഷയമാണ്. ആഗോള സാഹചര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. സ്വാഭാവികമായും ഇന്ത്യ ചൈന വിഷയം തനിക്ക് ഉന്നയിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ആ വിഷയം ഉന്നയിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തുടങ്ങിയതും തടഞ്ഞുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷത്തിൽ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതോടെ വീണ്ടും ഭരണപക്ഷം വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റു. സ്പീക്കറുടെ ചെയറിൽ കൃഷ്ണപ്രസാദ് തെനേത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ ഈ രീതിയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുമെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. പിന്നീട് സ്പീക്കർ ചെയ്തത് മറ്റുള്ള അംഗങ്ങളെ സംസാരിക്കാനായി വിളിക്കുന്നതായിരുന്നു. പ്രതിപക്ഷ നിരയിലെ നിരവധി ആളുകളെ സംസാരിക്കാൻ വിളിച്ചുവെങ്കിൽ പോലും അവരാരും സംസാരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് TDP അംഗം ഹരീഷ് ബാലയോഗിയെ സംസാരിക്കാൻ വിളിക്കുകയും ഹരീഷ് ബാലയോഗി സംസാരം തുടങ്ങുകയും ചെയ്തത്. ഏതായാലും അതിനിടയിൽ വലിയ പ്രതിഷേധ കാഴ്ചയായിരുന്നു. പ്രതിപക്ഷാംഗങ്ങളാകെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ചെയറിന് നേരെ തള്ളിക്കയറാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ വലിയ ബഹളത്തിനിടയിൽ ഇപ്പോൾ ലോക്സഭ 3 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നലെ 1:30 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഈ വിഷയത്തിൽ തുടങ്ങിയത്. ഏതാണ്ട് 40 മിനിറ്റ് സമയം പിന്നീട് വലിയ നാടകീയ കാഴ്ചയായിരുന്നു ലോക്സഭ കണ്ടത്. ഇന്നലെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇറങ്ങിയത് പ്രധാനമന്ത്രി ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെയായിരുന്നു. അങ്ങനെ 40 മിനിറ്റ് സമയം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. പിന്നീട് ലോക്സഭാ നടപടികൾ നിർത്തിവെക്കുകയും ഇന്നലെ 3 മണിക്ക് വീണ്ടും ആരംഭിച്ചപ്പോഴും സമാന കാഴ്ചയായിരുന്നു. പിന്നെ 3 മണിക്ക് നിർത്തിവെച്ച് 4 മണിക്ക് തുടങ്ങിയപ്പോഴും സമാന കാഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ 2 മണിക്ക് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുമ്പോൾ ഇന്നലെ കണ്ടതിന് സമാനമായ കാഴ്ച തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ നരവനെ വിഷയം ഉന്നയിക്കാൻ അനുവദിക്കില്ല, ഇന്ത്യ ചൈന സംഘർഷ സാഹചര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ല, അതാണ് ഭരണപക്ഷം എടുത്തിരിക്കുന്ന നിലപാട്. ഇനിയിപ്പോൾ 3 മണിക്ക് സഭ ആരംഭിക്കുമ്പോഴും ഇതേ സമീപനം തുടരുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഈ വിഷയത്തിൽ ഏതായാലും മറ്റ് അംഗങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷം നിലപാട് കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം, അതും ഏത് വിഷയമാണോ ഏത് രേഖയാണോ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ആ രേഖയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും എന്ന് ഉറപ്പ് നൽകിയ ശേഷവും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ്. റൂൾ 349 ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭരണപക്ഷം രാഹുൽ ഗാന്ധി ഈ നരവനെ വിഷയം ഉയർത്തുന്നത്, തടയുന്നത്. പ്രത്യേകിച്ച് നരവനെയുടെ പുസ്തകത്തെക്കുറിച്ച്, ആ പുസ്തകത്തെക്കുറിച്ച് കാരവൻ മാഗസിനിൽ വന്ന ലേഖനത്തെക്കുറിച്ച്, അങ്ങനെ ഒരു ലേഖനം, അച്ചടിക്കാത്ത ലേഖനം ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ഭരണപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സഭാ ചട്ടമനുസരിച്ച്, സഭയുടെ മുൻകാല റൂളിങ്ങുകൾ അനുസരിച്ച് ഒരു അംഗം അത് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ, ആ രേഖയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ അത്തരം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള അനുമതിയുണ്ട്, അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ താൻ ഈ രേഖകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോൾ പോലും ഭരണപക്ഷ അംഗങ്ങൾ രാഹുലിനെ തടയുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ് ലോക്സഭയിൽ കാണുന്നത്. ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിച്ച് മുന്നോട്ട് പോകും. രാഹുലിനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കി തന്നെ മുന്നോട്ട് പോകും എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. പി ആർ സുനിൽ, സംസാരിക്കണമെന്നാവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവാണ്. താൻ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന കാര്യം രാഹുൽ ഗാന്ധി സഭയിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ചട്ടലംഘനത്തിൻ്റെതായ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ വിഷയം ഉന്നയിക്കുമ്പോൾ അത് ഭരണപക്ഷത്തെ എത്രത്തോളം പൊള്ളിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണോ ഇന്ന് സഭയിൽ കണ്ടതും ഇന്നലെ സഭയിൽ കണ്ടതും? ഇന്നലെ മുതിർന്ന 3 കേന്ദ്രമന്ത്രിമാർ, രാജ്നാഥ് സിംഗും അമിത്ഷായും കിരൺ റിജിജുവും ഒറ്റക്കെട്ടായി ഒപ്പം ചേരും കൂടെ നിന്ന് രാഹുലിനെ തടയുന്ന സാഹചര്യം. പി ആർ സുനിൽ. റിജീഷ്, തീർച്ചയായും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ജനറൽ നരവനെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നതായി ഇപ്പോൾ കാരവൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്
2020 ഓഗസ്റ്റ് 31-ാം തീയതി ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ മേഖലയിലേക്ക് നീങ്ങിയപ്പോൾ അന്ന് അതിനെ നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി നിന്നപ്പോൾ അന്ന് രാഷ്ട്രീയ നേതൃത്വം കൃത്യമായൊരു തീരുമാനമെടുത്ത് കരസേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയില്ല എന്നതാണ്. അന്ന് ഒരു കരസേന മേധാവി എന്ന നിലയിൽ സ്വന്തം നിലയ്ക്ക് അന്നത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു. അന്ന് രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാതെ പിന്നോട്ട് പോയി എന്നതാണ് ജസ്റ്റിസ് ജനറൽ നരവനെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും നരേന്ദ്രമോദിയുടെ നേതൃത്വം ശക്തമായ തീരുമാനമെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും അത് സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലൂടെ തീർച്ചയായും ഭരണപക്ഷം ഒരു നിലപാടെടുക്കുമ്പോൾ ഈ വിഷയം അധികം പുറത്തു വരാൻ പാടില്ല എന്ന് ഭരണപക്ഷം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, മന്ത്രിസഭയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മന്ത്രിമാരാണ് അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയെ ശക്തമായി ഇന്നലെ നേരിട്ടത്. ഏതായാലും അതിന് സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും 3 മണി വരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. 3 മണിക്ക് ശേഷം സഭ വീണ്ടും ചേരുമ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വീണ്ടും ഈ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടത് അതാണ്. ഇന്നലെ 3 തവണ സഭാ നടപടികൾ ഈ വിഷയത്തിൽ തടസ്സപ്പെടുന്നത് കണ്ടു. ഈ വിഷയം ഉന്നയിക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നിര ഒന്നാകെയുള്ളത്. എന്തായിരിക്കും ഇനി ചെയറും ഭരണപക്ഷവും സ്വീകരിക്കാൻ പോകുന്ന സമീപനം 3 മണിക്ക് ശേഷം എന്നതും ശ്രദ്ധേയമാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. PR സുനിൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇടവേള ഷോർട്ട് ബ്രേക്ക്.